സുജയ, പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഒരു സമ്മേളനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ അവർ ഒരു തിരിച്ചുവരവിനായിട്ടുള്ള ഒരു അവസാന ശ്രമം നടത്തുകയാണ്. അപ്പോൾ അത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പാവുകയാണെങ്കിൽ നല്ലതുമാണ്. കാരണം ഉദയ്പൂർ ചിന്തൻ ശിബിറിൽ എടുത്ത തീരുമാനങ്ങളിൽ പലതും നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ആ നടപ്പാക്കാതെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി ഒരു പാത വെട്ടി തുറക്കാതെ പോയ കാര്യങ്ങൾ, അത് യുവാക്കളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, അതൊക്കെ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുമുണ്ട്. കാരണം ഈ പുനഃസംഘടനയിലടക്കം കൊണ്ടുവരേണ്ട മാറ്റങ്ങളടക്കം അന്നത്തെ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ ചർച്ചയായതാണ്, തീരുമാനങ്ങൾ എടുത്തതാണ്. പക്ഷേ ആ റെസൊല്യൂഷൻസ് ഒക്കെ പൂർണ്ണമായും ഫുൾഫിൽ ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അത് പാർട്ടി തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എംപവർമെന്റ് ഓഫ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ്സ്, DCC പ്രസിഡന്റുമാർ എന്നതിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ചർച്ചകളിൽ കൂടുതൽ ഭാഗവും ഈ അഹമ്മദാബാദ് യോഗം അതിൻ്റെ ഒരു ഡെലിബറേഷൻസിലേക്ക് പോകുന്നതിനായി കൂടുതൽ സമയം ചെലവഴിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ പരിഷ്കരണങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഈ KSU മുതൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് പ്രതിപത്തിയുള്ള ആളുകൾ മാത്രം പോരാ പാർട്ടിയിൽ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന്റെ ഐഡിയോളജിയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു യുവനിര പാർട്ടിയിലേക്ക് വരണം. അത് പുതുതായി വരിക എന്നതുകൂടി അവർ, അതായത് പ്രൊഫഷണൽസ് അടക്കമുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ, അത് BJPയുടെ ഒരു തന്ത്രമാണ്. അതേ തന്ത്രം പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ പാർട്ടിയിലേക്ക് കൂടുതലായി കൊണ്ടുവരിക എന്ന BJPയുടെ അതേ തന്ത്രം തന്നെ കോൺഗ്രസും മറുഭാഗത്ത് ആവിഷ്കരിക്കാൻ പോകുന്നു. അത് ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അതൊരു വിന്നിംഗ് ഫോർമുലയാണ്. കാരണം BJP പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ്. കാരണം കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അങ്ങനെ പല നേതാക്കളെയും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവർ ആശയപരമായി കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ BJPക്കൊപ്പം ആദ്യം മുതലേ ഉള്ളവരായിരിക്കില്ല. പക്ഷേ അല്ലാതെ ഉള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അധികാരത്തിലേക്ക് എത്താൻ BJPക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ സമാനമായ രീതിയിൽ കൂടുതൽ യുവാക്കളെ പാർട്ടിയിലേക്ക് എത്തിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ നമ്മൾ പറയുന്നത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ്. അതുപോലെ തന്നെ ഒരു പ്രായമായ ആളുകളുടെ ഒരു സംഗമമായി കോൺഗ്രസ് പാർട്ടി മാറാതിരിക്കാൻ വേണ്ടി കൂടുതൽ യുവാക്കളെ കൊണ്ടുവരിക, അങ്ങനെ പാർട്ടിയെ കുറച്ചുകൂടി യൂത്ത്ഫുൾ ആക്കുക, അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് പാർട്ടി എത്തിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി, ഇപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി ഏകദേശം 400 DCC അധ്യക്ഷന്മാരുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചകളിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എവിടെയാണ് കോൺഗ്രസിന് ഒരു ഗ്രിപ്പ് കിട്ടാതെ പോകുന്നത് എന്നത് അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ നടത്തിയ ഈ യാത്രയിലൂടെ അല്ലെങ്കിൽ ആശയ രൂപീകരണത്തിലൂടെ, കേരളത്തിലും അങ്ങനെയുള്ള ചർച്ചകൾ ദീപാദാസ് മുൻഷി അടക്കം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായ വിവരങ്ങൾ അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെയുള്ള കോൺഗ്രസിൻ്റെ 862 DCC അധ്യക്ഷന്മാരാണുള്ളത്. അപ്പോൾ ആ 862 ഡിസ്ട്രിക്ട് ബോഡീസ്, അപ്പോൾ അതിനെ എങ്ങനെ പുനഃസംഘടിപ്പിക്കണം, അവിടെയാണ് മാറ്റം വേണ്ടത് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അത് കൃത്യമായ കാൽക്കുലേഷനോട് കൂടിയുള്ള ഒരു മാറ്റമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ 862 കുറഞ്ഞതൊരു 400-450 DCCകളിലെങ്കിലും അധ്യക്ഷർ മാറേണ്ടതുണ്ട്. അത് മാറിയാൽ മാത്രമേ, കേരളത്തിലടക്കം മാറ്റം വരേണ്ടതുണ്ട്, മാറിയാൽ മാത്രമേ അതാത് ജില്ലകളിൽ കോൺഗ്രസിന് ഒരു റിവൈവൽ സാധ്യമാകൂ എന്ന ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ ക്രൈറ്റീരിയ എന്തായിരിക്കും? ഈ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയാണ് പ്രധാനം. തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ജാതി, സമുദായം, അതുപോലെ തന്നെ ഗ്രൂപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ കേരളത്തിലടക്കം നമ്മൾ കാണുന്നതാണല്ലോ. എങ്ങനെയാണ് ഒരു DCC അധ്യക്ഷനെ അല്ലെങ്കിൽ അധ്യക്ഷയെ തിരഞ്ഞെടുക്കുക എന്നത്. അതിന് പകരം ഈ സെലക്ഷൻ ക്രൈറ്റീരിയ കോൺഗ്രസ് എന്ന പാർട്ടി മാറ്റുകയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കോൺഗ്രസ് ഐഡിയോളജിയോട് കൂടി തന്നെ KSU മുതൽ അങ്ങനെ വരുന്ന, അതായത് സ്റ്റുഡൻറ് കാലഘട്ടം മുതൽ തന്നെ കോൺഗ്രസുമായി ചേർന്ന് വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ സ്ട്രീറ്റ്സിൽ ഒരു സ്ട്രഗിളിന് തയ്യാറായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പാർട്ടിയോടൊരു ഡെഡിക്കേഷൻ, പാർട്ടിയുടെ ആശയത്തോട്, അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി സ്വയം മറന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ആളുകൾ. അതാണ് ക്രൈറ്റീരിയ. അത് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റ്, അതുപോലെ തന്നെ ഈ റെക്കമെൻഡേഷൻസ്, അതൊക്കെ വെച്ചുകൊണ്ട് ഈ ലിസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ശരിയല്ല, അല്ലെങ്കിൽ അത് ഫ്യൂട്ടൈലാണ് എന്ന് പാർട്ടി തിരിച്ചറിയുന്നു എന്നതാണ് ഈ ചർച്ചകളിൽ നേതാക്കൾ പറഞ്ഞ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ, നിങ്ങൾ പറഞ്ഞ പോയിന്റുകളിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല, മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ എപ്പോഴും DCC പ്രസിഡന്റിന് കാര്യമായ ഒരു സേ കിട്ടാതെ പോകുന്നത് കേരളത്തിലടക്കം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ DCC പ്രസിഡന്റിനാണ് ആ ജില്ലയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അവിടെയുള്ള ഒരു നിയമസഭാ സീറ്റിൽ വിജയസാധ്യത കൂടുതലുള്ള ആൾ ആരാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയോടാണ് ആളുകൾക്ക് ഒരു അഫിനിറ്റി ഉള്ളത് എന്നത് തിരിച്ചറിയാൻ കഴിയുന്നത് DCC പ്രസിഡന്റിനാണ്. നന്നായി വർക്ക് ചെയ്യുന്ന ഒരു DCC പ്രസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക്
ആ രീതിയിലുള്ള അധികാരം ഉറപ്പാക്കും എന്നുള്ളത് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേക്കുറിച്ച് രമേശ് ചെന്നിത്തല കമന്റ് ചെയ്തത് 1970-കളിൽ ആ കാലഘട്ടത്തിലൊക്കെ പാർട്ടി അങ്ങനെയായിരുന്നു. അതായത് DCCകൾ എടുക്കുന്ന ഒരു ഡിസിഷനെ അത് KPCC കൂടി അതിനെ പിന്താങ്ങിക്കൊണ്ട് അത് AICCയിലേക്ക് എത്തുന്നു. അതാണ് കൃത്യമായി ഘടനാപരമായി 1970-കളിൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്കൊരു തിരിച്ചുപോക്കാണ് ഈ 2025-ൽ പാർട്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ 1970-കളിൽ കോൺഗ്രസിന്റെ സ്ട്രെങ്ത് എന്താണ്, കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു ലോക്സഭയിലടക്കം, കോൺഗ്രസ് എങ്ങനെയാണ് അധികാരത്തിലിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ പഴയ കാലത്തെ ആ ഒരു അത്രയും സീറ്റുകളിലേക്ക് എത്തുക, അതായത് പാർട്ടിക്ക് ശക്തി ഉണ്ടാക്കി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിനപ്പുറം അധികാരത്തിലേക്ക് എത്തുക, എത്ര സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ എത്താൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നതടക്കം കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ ഛത്തീസ്ഗഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ മുൻ ഉപമുഖ്യമന്ത്രി TS സിംഗ്ദിയോ അദ്ദേഹം പറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാളിപ്പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ്സിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കണം എന്നതാണ് സിംഗ്ദിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഈ പറയുന്ന പലതരത്തിലുള്ള സ്വാധീന ഘടകങ്ങളിലൂടെ സ്ഥാനാർത്ഥി നിൽക്കുകയും അത് തോറ്റുപോവുകയും അവിടെ BJP കയറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ അടുത്ത കാലയളവിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലീനിങ് അപ്പ് എന്നതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അപ്പോൾ ഈ സംഘടനാ സംവിധാനത്തിൽ അങ്ങനെ ഒരു ക്ലീനിങ് അപ്പ് ഓപ്പറേഷനിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ്, കേരളത്തിലടക്കം എത്രത്തോളം സാധ്യമാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നടക്കുകയാണെങ്കിൽ നല്ലതാണ്. നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ BJPയുമായുള്ള ബന്ധം, ആൻഡോ സാർ നേരത്തെ സൂചിപ്പിച്ച BJPയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞതുപോലെ BJPയുമായി വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു ബന്ധം സൂക്ഷിക്കുന്ന, എന്നാൽ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരനായി നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോഴേ അവരെ ചെറിയിപ്പിക്കുക, അവരെ എടുത്ത് പുറത്തു കളയണം. ആ പുറത്തു കളയാൻ സാധിക്കാതിരിക്കുന്നത് പലരും വലിയ ഗാംഭീര്യമുള്ള നേതാക്കളായിരിക്കും, അതായത് പാർട്ടി ഘടകങ്ങളിൽ. അവിടെ ഉത്തർപ്രദേശിലെ കാൺപൂർ സിറ്റി പ്രസിഡന്റ് അലോക് മിശ്ര ഒരു ചോദ്യം ഈ സമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി. അതിൽ അച്ഛൻ DCC അധ്യക്ഷനാണ്, പിതാവ് DCC അധ്യക്ഷൻ, മക്കള് വെവ്വേറെ പാർട്ടികളിൽ, മക്കൾ പോലും ഒരു പാർട്ടിയിലല്ല, അച്ഛൻ കോൺഗ്രസിൽ ഇരിക്കുന്നു, DCC അധ്യക്ഷനാണ്, എന്നാൽ മക്കൾ വേറെ വേറെ പാർട്ടികളിലായി ഇരിക്കുന്ന സംവിധാനം. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? ഒരു കുടുംബത്തിൽ തന്നെ പല പാർട്ടികളിലേക്ക് ചിതറിപ്പോകുന്നു. അത് കേരളത്തിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എവിടെയാണ്, K കരുണാകരന്റെ മകൾ പത്മജ എവിടെയാണ് എന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചിതറിപ്പോകലുകൾ, പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളടക്കം ചിതറിപ്പോകുന്നതിനെ കുറിച്ച് UPയിലെ സാഹചര്യം വെച്ചായിരിക്കും അലോക് മിശ്ര ചോദിച്ചത്. പക്ഷേ കേരളത്തിലും അത് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇങ്ങ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഈ ഭാരത് ജോഡോ യാത്രയിൽ ഉണ്ടായിരുന്ന ജമ്മു കശ്മീരിൽ നിന്നുള്ളൊരു നേതാവുണ്ട്, വിജയ് ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് കേരളത്തിലടക്കമുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മളത് വായിച്ചെടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത്, ഈ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കും. കേന്ദ്ര നേതൃത്വം അതെല്ലാം വിശ്വസിച്ചങ്ങിരിക്കും. എന്നിട്ട് ഫലം വരുമ്പോഴേക്കും 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് സംഭവിച്ചിട്ടുണ്ട്. വിജയസാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുക. ഇത്രയേറെ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അധികാരത്തിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിനായി പോർട്ട്ഫോളിയോസ് ഡിവൈഡ് ചെയ്യാനിരുന്ന നേതാക്കളടക്കമുണ്ടല്ലോ. അപ്പോൾ ഈ വിജയസാധ്യത സംബന്ധിച്ചുള്ള അനുമാനങ്ങൾ തെറ്റുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിജയ് ശർമ്മ ചൂണ്ടിക്കാട്ടിയത്. അതടക്കം കോൺഗ്രസ് പരിഹരിക്കേണ്ടതാണ്. അതിലേക്ക് എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടെ എന്തായാലും ഈ റെസൊല്യൂഷൻ ഡെഡിക്കേഷൻ സ്ട്രഗിൾ അത് വെച്ചുകൊണ്ട് പിന്നോക്ക വോട്ടർമാരെ ഒപ്പമെത്തിക്കാൻ കഴിയുമോ? നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ പോയി യുദ്ധം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. മോദിയുടെ സ്ട്രാറ്റജീസിനെ, അമിത്ഷായുടെ സ്ട്രാറ്റജീസിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയണം. അവിടെ പോയി വെല്ലുവിളിച്ചിട്ടെങ്കിൽ പോന്നാൽ പോരാ, അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകണം എന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ DCC ശക്തിപ്പെടുത്താനായി നിൽക്കുമ്പോൾ കേരളത്തിലടക്കം ഈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീസ് PCC ഇളകുമോ എന്നതുകൂടി നോക്കണം. കാരണം K സുധാകരനെ മാറ്റി ആന്റോ ആന്റണിയെ കൊണ്ടുവരുമ്പോഴേക്കും അത് മലബാറിൽ മുസ്ലിം ലീഗിനെ ഒക്കെ അത് അവരെല്ലാവരും അംഗീകരിക്കും ഒരു തീരുമാനമായി കൂടി വരണം. അല്ലെങ്കിൽ DCC ശക്തിപ്പെടും, PCC ഇളകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ എന്തായാലും ഈ നേതൃമാറ്റം അത് നല്ല രീതിയിൽ സംഭവിക്കട്ടെ. DCC അധ്യക്ഷന്മാരെ അടക്കം മെറിറ്റ് നോക്കി തെരഞ്ഞെടുക്കട്ടെ, അല്ലാതെ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ ചോയ്സസ്, ഫേവറിറ്റ്സ് അങ്ങനെ നോക്കിയല്ല. കഴിവുള്ളവർ വരട്ടെ. അങ്ങനെ കഴിവുള്ളവരെ കൊണ്ട് കോൺഗ്രസ് നന്നാവുകയാണെങ്കിൽ നല്ലതാണ്. പ്രതീക്ഷ നൽകുന്ന സമ്മേളനം. Meet the editors.